ന്യൂസിലാൻഡിനെ 96 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ലോക കിരീടം സ്വന്തമാക്കിയത്. അത്യന്തികം വാശിയേറിയതും ആവേശകരവുമായ ഒരു ലോക മത്സരത്തിനാണ് ഇന്ന് അഹമ്മദാബാദിലെ മോദി സ്റ്റേഡിയം സാക്ഷിയായത്. 2020 ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ മത്സരത്തിലൂടെ കീവീസിൻ്റെ ചിറകരിഞ്ഞ് ഇന്ത്യ വിശ്വകിരീടം ചൂടിയിരിക്കുകയാണ്. ടീം C14നും അതേപോലെ തന്നെ ക്യാപ്റ്റനായ മിച്ചൽ സാൻഡറിനും മാത്രമാണ് ഇന്ത്യ ഉയർത്തിയ 255 എന്ന വലിയ വിജയലക്ഷ്യത്തെ അല്പമെങ്കിലും നേരിടാൻ കഴിഞ്ഞത്. ജസ്പ്രീത് ബുംറയുടെയും അതുപോലെ തന്നെ അക്സർ പട്ടേലിൻ്റെയും ബോളിങ്ങിലൂടെ ഇന്ത്യ തങ്ങളുടെ ശക്തി തെളിയിക്കുകയും ആ 2020 ലോകകപ്പ് ഇന്ത്യയിലേക്ക് വീണ്ടും കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. തുടർച്ചയായി കിരീടം നിലനിർത്തിയ രാജ്യമെന്ന പദവി ഇന്ത്യക്ക് ഈ ലോകകപ്പോടെ സ്വന്തമായിരിക്കുകയാണ്. സഞ്ജു സാംസണാണ് ഈ മത്സരത്തിലെ വിജയശില്പി. സെമി ഫൈനലിലെ പോലെ തന്നെ പോരാട്ടം ഫൈനലിലും തുടർന്ന സഞ്ജു മികച്ച ഇന്നിങ്സാണ് ഇന്ന് പുറത്തെടുത്തത്. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് തുടർച്ചയായ സിക്സുകളും ഫോറുകളും കൊണ്ട് അഹമ്മദാബാദിലെ മോദി സ്റ്റേഡിയം പുളകിതമാകുന്ന കാഴ്ചയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ഇന്നിങ്സിലൂടെ നാം കണ്ടത്. അതിന് പിന്നാലെ തന്നെ ഉശിരൻ ബോളിങ്ങിലൂടെ ഇന്ത്യ തങ്ങളുടെ കിരീടം നിലനിർത്തുകയായിരുന്നു. ജസ്പ്രീത് ബുംറയും അക്സർ പട്ടേലും കിരീടം നിലനിർത്തി ഇന്ത്യയുടെലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് തുടർച്ചയായ റെക്കോർഡുകളാണ് ഈ മത്സരത്തിലൂടെ വിശ്വകിരീടത്തിനൊപ്പം കൈവരിച്ചത് എന്നും ഈ നിമിഷത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും. കീവീസിൻ്റെ ചിറകരിഞ്ഞ ഈ മത്സരം ലോക ക്രിക്കറ്റ് ഭൂപടത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തുടർച്ചയായ ലോക കിരീടം നേടുന്ന ആദ്യ രാജ്യം എന്ന പദവി ഇതോടെ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. സഞ്ജു സാംസന്റെ മടങ്ങിവരവും ശക്തമായ ബാറ്റിംഗ് പ്രകടനങ്ങളും ഈ ടൂർണമെൻറ്റിൽ ഉടനീളം കണ്ടു. 5 മത്സരങ്ങൾ കളിച്ച സഞ്ജു 212 സ്ട്രൈക്ക് റേറ്റോടെ വലിയ ഒരു ബാറ്റിംഗ് മുന്നേറ്റമാണ് ഈ മത്സരത്തിൽ ഉടനീളം കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ കിരീടം നിലനിർത്താനും ഇന്ത്യക്ക് സാധിച്ചു.